അടുത്തത് ശ്രദ്ധിക്കുക. ഒരു സയനൈഡ് ഗ്രിഗ്നാർഡ് റിയേൻറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ കീറ്റോൺ കിട്ടും. ഞാൻ ബോർഡിൽ നിന്ന് ശ്രദ്ധിക്കുക. RC∼ ആണ് സയനൈഡ്. ഇത് ഗ്രിഗ്നാർഡ് റിയേൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. RMgX. R ഡെൽറ്റ മൈനസ് MgXോ ഡെൽറ്റ പ്ലസ് ആണ്. അപ്പോൾ നമ്മളിത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ C∼ തന്നെയുള്ളത്, ഇത് ഡെൽറ്റ പ്ലസ്, ഇതോ ഡെൽറ്റ മൈനസ്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് എഴുതിക്കോ. RC∼ ഞാൻ ഷോർട്ട് ഫോമിൽ പിന്നെ എഴുതി തരും. ഇത് ഡെൽറ്റ പ്ലസ്, ഇതോ N ഡെൽറ്റ മൈനസ് പ്ലസ് RMgX, R ഡെൽറ്റ മൈനസ് MgX ഡെൽറ്റ പ്ലസ്. ഈ C∼ C∼ ആയി മാറും. അപ്പോൾ ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും. എന്നിൽ മൈനസും സിയിൽ പ്ലസ് ആവും. അപ്പോൾ സിയിലേക്ക് ഏത് വരും? സി പ്ലസിലേക്ക് R മൈനസ് വരും. N പ്ലസിലേക്ക് MgX വരും. MgX കണ്ടോ? ഇനി ഇത് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഈ ബോണ്ട് പൊട്ടും. ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഞാനിവിടെ ഷോർട്ട് ഇത് എഴുതിയിട്ടുണ്ട്. ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഈ ബോണ്ട് പൊട്ടിയിട്ട് വാട്ടറിലത്തെ OH ഇവിടെ ചേർക്കും, ഇവിടെ H ചേർക്കും. കാരണം N അല്ലേ നെഗറ്റീവ്. പോസിറ്റീവായ കാർബണിലേക്ക് OH വരും. അങ്ങനെ രണ്ട് ബോണ്ട് പൊട്ടുന്നതുകൊണ്ട് ഇവിടെ OH വരും. ഓക്കെ, ഒരു OH കൂടി ഇവിടെ വരും, ഇവിടെ ഒരു H വരും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? RCR, ഇവിടെ OH, ഇവിടെയോ OH പ്ലസ് അത് അങ്ങ് പോയിക്കോട്ടെ. ഇനി അത് വാട്ടർ റിമൂവ് ചെയ്താൽ നോ ഡൗട്ട് ഒരേ കാർബണിൽ രണ്ട് OH വന്ന വാട്ടർ പോയാൽ OH പോയി കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് ആവും. COR കീറ്റോണായില്ലേ? കീറ്റോണായി. അപ്പം ഞാനത് എന്താണ് ഇതാ RCN അല്ലേ? ഇനി ട്രിപ്പിൾ N എന്ന് വേണ്ട, സൈനൈഡ്. ആദ്യം എന്താ ചെയ്യുന്നത്? ഗ്രിഗ്നാർഡ് റിയേൻറ്റ് RMgX 1, പിന്നെ 2 ഹൈഡ്രോളിസ് അല്ലേ, H2H+. ഇങ്ങനെ എഴുതിയാൽ മതി. പ്രോഡക്റ്റ് പറഞ്ഞേ. RCOR അല്ലേ കിട്ടിയത്? RCOR കീറ്റോൺ. ക്ലിയർ ആയോ? ഒരു അഡീഷൻ പ്രോഡക്റ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ മതി. അത് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ എന്തായി മാറും? കീറ്റോണായി മാറും. ക്ലിയർ? അപ്പോൾ എഴുതിക്കോ. When a cyanide is treated with Grignard reagent, an addition product is formed. Treated with Grignard reagent, an addition product is formed. When a cyanide is treated with Grignard reagent, an addition product is formed, which on hydrolysis gives an addition product is formed, which on hydrolysis gives an addition product is formed, which on hydrolysis gives ketone, which on hydrolysis gives ketone. അല്ലേ? എന്നിട്ട് ഇക്വേഷൻ ഷോർട്ട് ഫോമിൽ ഇങ്ങനെ എഴുതുക. RCN. നിങ്ങൾക്ക് ലോങ് ഫോമിൽ നേരത്തെ നിങ്ങൾ എഴുതി വെച്ചതുണ്ടെങ്കിൽ ഓർമ്മിക്കുക, പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതി വെച്ചോ, ഏതായാലും ഡിസ്കസ് ചെയ്തില്ലേ? ഓക്കെ, RCN അല്ലേ? എറോ മാർക്ക് ഇടുക. എറോ മാർക്കിൻ്റെ മുകളിൽ 1 RMgX എഴുതിക്കോ. 1 RMgX, താഴെ 2 H2H+. നേരെ RCOR കീറ്റോൺ. ബൈ പ്രോഡക്റ്റിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, RCOR. ക്ലിയർ ആയോ? ഓക്കെ, എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി എഴുതാം. എക്സാമ്പിൾ ഞാനിവിടെ CH3CN. എന്താ CH3CN? ഞാൻ ഇനി ആദ്യം പേര് എഴുതൂല. എന്താ CH3CN? അസറ്റോനൈട്രൈൽ. എന്താണ് അസറ്റോനൈട്രൈൽ? ഇനിയോ അത് ഞാൻ 1 CH3MgBr എഴുതാം. ഏതെങ്കിലും ClOBr. 2 H2H+. നേരെ പ്രോഡക്റ്റ് പറഞ്ഞേ. ഈ CH3 ഇവിടെ കൊടുത്താൽ പോരെ? ഇത് CnCO ആക്കിയിട്ട് ഉത്തരം പറഞ്ഞേ. C3CO3 അസറ്റോൺ. കിട്ടിയോ? അല്ലെങ്കിൽ പ്രൊപ്പനോൺ കിട്ടി. അപ്പോൾ വേണമെങ്കിൽ വേർഡ്സ് എഴുതിക്കോ. വെൻ മീഥൈൽ സയനൈഡ് അല്ലെങ്കിൽ അസറ്റോനൈട്രൈൽ. മീഥൈൽ സയനൈഡ് അല്ലെങ്കിൽ അസറ്റോനൈട്രൈൽ അതില്ലേ? അസറ്റോനൈട്രൈൽ ഈസ് treated with methyl magnesium bromide, treated with methyl magnesium bromide, treated with methyl magnesium bromide, treated with methyl magnesium bromide. An addition product is formed. Methyl magnesium bromide. An addition product is formed. An addition product is formed, which on hydrolysis gives acetone അല്ലെങ്കിൽ പ്രൊപ്പനോൺ. which on hydrolysis gives acetone അല്ലെങ്കിൽ പ്രൊപ്പനോൺ. കിട്ടിയോ? അസറ്റോൺ അല്ലെങ്കിൽ പ്രൊപ്പനോൺ. ക്ലിയർ ആയല്ലോ? അപ്പോൾ CH3CN 1 C3MgBr. ഏതൊക്കെ ഇക്വേഷൻ? C3CN എറോ മാർക്കിൻ്റെ മുകളിൽ 1 C3MgBr, 2 H2OH+. കിട്ടുന്ന പ്രോഡക്റ്റ് C3CO3. ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്തത് വേറെ എക്സാമ്പിൾ. ഓക്കെ, CH3CH2CN.
എന്തായി CH3CH2CN പ്രൊപ്പൈൻ നൈട്രൈൽ പ്ലസ് വേറൊന്ന് ഏതാ വേണ്ടത് CH3Mg പ്ലസ് ഒന്നും വേണ്ടല്ലോ, നേരെ എഴുതിയാൽ പോരെ. നേരെ ഒന്ന് CH3MgBr CH3MgBr, രണ്ട് ഹൈഡ്രോളിസിസ് H2O+H+. പ്രോഡക്റ്റ് പറഞ്ഞേ. ആദ്യം CH3CH2CN ഉള്ളത്, അത് CH3CH2CO എന്നാക്കുക, CO. ഇനി ഈ സിയിലേക്ക് എന്താ വരിക, മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡിലെ മീഥൈൽ ഗ്രൂപ്പ്, അപ്പോൾ C3CO3 കിട്ടുക. അപ്പോൾ എന്താ കിട്ടുക CH3CH2COCH3 ബ്യൂട്ടനോൺ കിട്ടിയില്ലേ. ഒരെണ്ണം കൂടി എഴുതാം C6H5CN. എന്താ C6H5CN? ബെൻസോനൈട്രൈൽ. ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ സ്വന്തമായി ഉത്തരം പറയണം, അങ്ങനെ പഠിക്കണം. അതായത് ബെൻസീൻ റിംഗ് CN അല്ലെങ്കിൽ C6H5CN ബെൻസോനൈട്രൈലാണ്. ബെൻസോനൈട്രൈൽ ഇത് ഒരു മീഥൈൽ മെഗ്നീഷ്യം ക്ലോറൈഡോ ബ്രോമൈഡോ ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിലോ എഴുതിക്കോ C6H5CN ഓർ ബെൻസീൻ റിംഗ് CN, താഴെ ബെൻസോനൈട്രൈൽ പ്ലസ് C3MgCl കിട്ടിയോ, പ്ലസ് C3MgCl പിന്നെ ഹൈഡ്രോളിസ് വേണമെങ്കിൽ അങ്ങനെ എഴുതാം H2O+H+, 1 2 എന്നതിന് പകരം. പറഞ്ഞ പ്രോഡക്റ്റ് C6H5CO പിന്നെ വരുന്നത് C3 അല്ലേ. അല്ലെങ്കിൽ അതിന് എന്താ എഴുതുക ബെൻസീൻ റിംഗ് CO3 ഇതല്ലേ അസറ്റോഫീനോൺ. ബെൻസീൻ റിംഗ് CO3 അല്ലെങ്കിൽ C6H5COCH3 അസറ്റോഫീനോൺ കിട്ടും. ക്ലിയർ ആയോ? അസറ്റോഫീനോൺ. യെസ്. അടുത്ത റിയാക്ഷൻ എഴുതിക്കോ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ. ഫ്രിഡൽ ക്രാഫ്റ്റ്സ് FRIDEL CRAFTS ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ ACYLATION എഴുതിയില്ലേ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ. അത് നമ്മൾ നേരത്തെ പഠിച്ച റിയാക്ഷനാണ്, എന്നാലും ഒന്നുകൂടി എഴുതാം. ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ എഴുതിയോ. ബെൻസീൻ ഏതുമായി റിയാക്ട് ചെയ്യുന്നു CH3COCl അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതണ്ടേ CH3CO ട്വൈസോ അസറ്റിക് ആൻഹൈഡ്രൈഡ് കേട്ടോ. ഇതിൽ ബെൻസീൻ റിങ്ങുമ്പോഴാണ് റിയാക്ഷൻ, അതുകൊണ്ട് ബെൻസീൻ റിങ് തന്നെ എഴുതണം. C6H6 എഴുതിയിട്ട് കാര്യമില്ല. അസറ്റൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ അസറ്റിക് ആൻഹൈഡ്രൈഡ്, അസറ്റൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ അസറ്റിക് ആൻഹൈഡ്രൈഡ് ഇൻ ദി പ്രസൻസ് ഓഫ് ഏത് എൻഹൈഡ്രസ് AlCl3 മനസ്സിലായില്ലേ. അസറ്റൈൽ ക്ലോറൈഡ് ഓർ അസറ്റിക് രണ്ടും ഒരുമിച്ച് എഴുതിയിട്ട് ഞാൻ എൻഹൈഡ്രസ് AlCl3. പ്രോഡക്റ്റ് എഴുതുമ്പോൾ നിങ്ങളൊന്നും ചെയ്യില്ല, ഈ CO ഈ ബെൻസീൻ റിങ്ങിൽ കൊടുത്താൽ ഈ H ഉം Cl കൂടെ HCl ആവും, അല്ലെങ്കിൽ ബാക്കിയുള്ള C3COO ഇല്ലേ അത് C3COOH ആവും. അപ്പോൾ നിങ്ങൾ ഈ Hന് പകരം ചെയ്ത് കൊടുത്താൽ COCH3. അപ്പോൾ ഉത്തരം പറഞ്ഞേ ബെൻസീൻ റിംഗ് COCH3. ബൈ പ്രോഡക്റ്റിന് എഴുതുന്ന ആവശ്യമില്ല. ഇത് അസറ്റോഫീനോൺ. എന്താ പേര്? അസറ്റോഫീനോൺ. പഠിച്ചില്ലേ? അപ്പോൾ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷനിൽ ഒന്ന് എഴുതിക്കോ വെൻ ബെൻസീൻ ഈസ് ട്രീറ്റഡ് വിത്ത് അസറ്റൈൽ ക്ലോറൈഡ് ഓർ അസറ്റിക് എൻഹൈഡ്രൈഡ്. when benzene is treated with acetyl chloride or acetic anhydride, acetyl chloride or acetic anhydride എഴുതിയോ? അസറ്റിക് എൻഹൈഡ്രൈഡ് എഴുതിയല്ലോ. അസറ്റോഫീനോൺ ഈസ് ഫോംഡ്. എന്നിട്ട് എഴുതുക ബെൻസീൻ പ്ലസ് CH3COCl ബെൻസീൻ പ്ലസ് CH3COCl ഓർ CH3CO ട്വൈസോ. ബെൻസീൻ പ്ലസ് CH3COCl ഓർ CH3CO ട്വൈസോ എഴുതിയോ? ഏറോ മാർക്കിൻ്റെ മുകളിൽ എൻഹൈഡ്രസ് AlCl3 gives ബെൻസീൻ റിംഗ് COCH3. ബെൻസീൻ റിംഗ് COCH3 അസറ്റോഫീനോൺ. ഇനി അതേ ബെൻസീൻ പ്ലസ് C6H5COCl ആണെങ്കിലോ C6H5COCl അല്ലെങ്കിൽ ബെൻസീൻ റിംഗ് COCl. അവിടെ നല്ലത് C6H5COCl എഴുതുന്നത് നല്ലത്. ബെൻസീൻ റിംഗ് COCl എന്തായിരിക്കും? ബെൻസോയിൽ ക്ലോറൈഡ് ആണ്. എല്ലാവരും എഴുതിയോ? ബെൻസീൻ പ്ലസ് C6H5COCl ബെൻസോയിൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ബെൻസോയിൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ഏത്? ഇത് C6H5COCl ആണ്. ഇത് രണ്ടും അല്ലെങ്കിൽ എന്ത് എഴുതാം? C6H5CO ട്വൈസോ. ഈ C6H5CO ട്വൈസോനെ ബെൻസോയിക് എൻഹൈഡ്രൈഡ് എന്ന് പറയും. എന്താ പറയുക? ബെൻസോയിക് എൻഹൈഡ്രൈഡ് കേട്ടോ. ബെൻസോയിക് എൻഹൈഡ്രൈഡ് റിയാക്ട് ചെയ്യുമ്പം എന്താ കിട്ടുക? എൻഹൈഡ്രസ് AlCl3 ബെൻസീൻ റിങ്. ഇനി എന്താ വരിക? ഈ COC6H5 Hന് പകരം വരും. അപ്പോൾ ഇവിടെ
COCH5 കിട്ടിയോ? അതിൻ്റെ പേര് ബെൻസോഫീനോൺ എന്നാണ്. എന്താ ബെൻസോഫീനോൺ? ഈ ബെൻസോഫീനോൺ വേണമെങ്കിൽ എങ്ങനെയും വരക്കാം. ഒരു ബെൻസീൻ റിങ്, പിന്നെ CO, പിന്നെ എഗെയിൻ എന്ത് ബെൻസീൻ റിങ്, ഇങ്ങനെ. ഇതാണ് ബെൻസോഫീനോൺ. എന്താ വിളിക്കുന്ന പേര്? ബെൻസോഫീനോൺ. ക്ലിയർ ആയോ? ബെൻസോഫീനോൺ. ഓക്കെ, ക്ലിയർ? അപ്പോൾ എഴുതിക്കോ. when benzene is treated with benzoyl chloride or benzoic anhydride, when benzene is treated with benzoyl chloride or benzoic anhydride, in the presence of anhydrous AlCl3, benzoyl chloride or benzoic anhydride in the presence of anhydrous AlCl3, ayo benzoyl chloride or benzoic anhydride in the presence of anhydrous AlCl3, benzoyl chloride or benzoic anhydride in the presence of anhydrous AlCl3, benzoyl chloride or benzoic anhydride in the presence of anhydrous AlCl3, benzophenone is formed. Benzophenone, BNZO, PHENONE. Equation: benzene plus C6H5COCl or C6H5CO twice O. C6H5COCl or C6H5CO twice O. Arrow marketന്റെ മുകളിൽ anhydrous AlCl3 എഴുതിയോ? ബെൻസീൻ റിംഗ് COC6H5, ബെൻസീൻ റിംഗ് COC6H5 അല്ലെങ്കിൽ ആ COC6H5 മാറ്റിക്കഴിഞ്ഞാൽ ബെൻസീൻ റിംഗ് CO എഗെയിൻ ബെൻസീൻ റിംഗ്, ബെൻസീൻ റിംഗ് CO ബെൻസീൻ റിംഗ്. ഓക്കെ, യെസ്. ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ്? ഹൗ വിൽ യു കൺവേർട്ട് ബെൻസീൻ ഇൻടു അസറ്റോഫീനോൺ ആൻഡ് ബെൻസോഫീനോൺ? ഓക്കെ, ഹൗ വിൽ യു കൺവേർട്ട് ബെൻസീൻ ഇൻടു അസറ്റോഫീനോൺ ആൻഡ് ബെൻസോഫീനോൺ? അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ആ ഇക്വേഷൻ എഴുതിയെടുത്താൽ മതി. കൺവേർഷൻ ചോദിച്ചാൽ വേർഡ്സ് ഒന്നും ഇതണ്ട കേട്ടോ. ഓക്കെ, ഇനി അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഹെഡിങ് എഴുതിയാലും കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റിയാക്ഷനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ റിയാക്ഷൻ ആൽഡോൾ കണ്ടൻസേഷൻ. എനിക്ക് ഒന്ന് ആൽഡോൾ കണ്ടൻസേഷൻ, ALDOL, ആൽഡോൾ കണ്ടൻസേഷൻ. ഞാൻ ബോർഡിൽ എഴുതുന്ന കോമ്പൗണ്ട് ശ്രദ്ധിക്കുക. കാർബോണൈൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡും കീറ്റോണുമാണ്. കാർബോണൈൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ്, HCHO ഫോമാൽഡിഹൈഡ് അല്ലേ, CH3CHO എന്താണ്? അസറ്റാൽഡിഹൈഡ് അല്ലെങ്കിൽ എത്തനാൽ. CH3CH2CHO എന്താ? CH3CH2CHO പ്രൊപ്പനാൽ അല്ലേ? ക്ലിയർ? ഇനി CH3CH3CHO എന്താ കോമ്പൗണ്ട്? 2,2 ഡൈമീഥൈൽ പ്രൊപ്പനാൽ, 2,2 ഡൈമീഥൈൽ പ്രൊപ്പനാൽ. ക്ലിയർ ആയോ? 2,2 ഡൈമീഥൈൽ പ്രൊപ്പനാൽ. CH3CH2CH2CHO എന്താണിത്? CH3CH2CH2CHO ബ്യൂട്ടനാൽ അല്ലേ? ഇനി ബെൻസീൻ റിംഗ് CHO എന്താ? ഇത് എഴുതണം, ഞാൻ പറയുന്ന സമയത്ത് തന്നെ എഴുതണം. ബെൻസീൻ റിംഗ് എന്നിട്ടേ റിയാക്ഷൻ എഴുതല്ലോ. ബെൻസീൻ റിംഗ് CHO എന്താണ്? ബെൻസാൽഡിഹൈഡ്. എന്താ ബെൻസീൻ റിംഗ് CHO? ബെൻസാൽഡിഹൈഡ്. ഇനി CH3COCH3 എന്താ? CH3COCH3 അസറ്റോൺ അല്ലെങ്കിൽ പ്രൊപ്പനോൺ. കുറേ തവണയായി പേര് പറയുന്നത്. CH3COCH3 എന്താ? അസറ്റോൺ അല്ലെങ്കിൽ പ്രൊപ്പനോൺ. കിട്ടിയോ? അടുത്ത് CH3CH2COCH3 എന്താ? CH3CH2COCH3 ബ്യൂട്ടനോൺ, ബ്യൂട്ടനോൺ അല്ലേ? ഇനി CO, ഇവിടെ CH3 കേട്ടോ. ഇവിടെ CH3 പേര് IUPAC നിങ്ങൾക്ക് എഴുതാൻ അറിയാം. 1 2 3 4 5 പറഞ്ഞേ. 2244 ടെട്രാമീഥൈൽ പെൻഡാൻ 3 ഓക്കെ, 2244 ടെട്രാമീഥൈൽ പെൻഡാൻ 3 ഇത്രയും കോമ്പൗണ്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന കാർബണിനെ ആൽഫ കാർബൺ എന്ന് പറയും. അപ്പോൾ ആദ്യം നിങ്ങൾ CH3CHO നോക്കിയേ. CH3CHO CHO അല്ലേ ഫങ്ഷണൽ ഗ്രൂപ്പ്? അത് കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന കാർബൺ ഇതല്ലേ? ആൽഫ കാർബൺ. ഈ ആൽഫ കാർബൺ എത്ര H ഉണ്ട്? 3 H. അങ്ങനെയാണെങ്കിൽ CH3CH2CHO ഇതല്ലേ ആൽഫ കാർബൺ? അതിൽ എത്ര H ഉണ്ട്? 2 H. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത് ഇതേ കോമ്പൗണ്ടില്ലേ CH3CH3CHO അതിൽ ആൽഫ കാർബണിൽ H ഉണ്ടോ? ഇതിൽ ആൽഫ കാർബൺ, ഇവിടെ H ഇല്ല. ക്ലിയർ ആയോ? ഇനി CH3CH2CHO എഴുതിയില്ലേ നിങ്ങൾ? അതിൽ ആൽഫ കാർബൺ എത്ര H ഉണ്ട്? 2 H ഉണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഇതിൽ ആൽഫ കാർബണിൽ H ഇല്ല, ഇതിൽ ആൽഫ കാർബണിൽ H ഉണ്ട്, ഇതിൽ ആൽഫ കാർബണിൽ H ഉണ്ട്.
ഇതിലും ആൽഫ കാർബൺ എച്ച് ഉണ്ട്. ഇനി HCHOയോ ഫോമാൽഡിഹൈഡിലെ മെത്തനാളാണ്. ഇതിൽ ആൽഫ കാർബണേ ഇല്ല. എന്തുകൊണ്ട് ആൽഫ കാർബൺ ഇല്ല? എന്താ ആൽഫ കാർബൺ? ഫംഗ്ഷണൽ ഗ്രൂപ്പ് കഴിയും നെക്സ്റ്റ് വരുന്ന കാർബണാണ് ആൽഫ കാർബൺ. അപ്പോൾ ഇവിടെ ഫംഗ്ഷണൽ ഗ്രൂപ്പായ CHO കഴിയും നെക്സ്റ്റ് കാർബണേ ഇല്ല. അതുകൊണ്ട് ഈ H ആൽഫ ഹൈഡ്രജനായി വിചാരിക്കാൻ പാടില്ല. കേട്ടോ? ക്ലിയർ ആയോ? ഇനി ബെൻസാൽഡിഹൈഡിൽ ബെൻസീൻ റിംഗ് CHO അല്ലേ? ബെൻസാൽഡിഹൈഡ് എന്താ ബെൻസീൻ റിംഗ് CHO എന്ന് പറഞ്ഞാൽ ഇതല്ലേ ബെൻസീൻ റിംഗ്. ഇവിടെ CHO. ഇതിൽ ഈ H ആൽഫ കാർബൺ ആൽഫ ഹൈഡ്രജൻ അല്ല. ഇതല്ലേ ആൽഫ കാർബൺ. ആൽഫ കാർബണിൻ്റെ ബാലൻസ് 4 കംപ്ലീറ്റ് അല്ലേ? അപ്പോൾ അവിടെ H ഇല്ല. അപ്പോൾ അറോമാറ്റിക് ആൽഡിഹൈഡിൽ ആൽഫ കാർബണിൽ എന്തില്ല? H ഇല്ല. കിട്ടുമോ? ഇതിൽ ഇതാണ് ഇതും ആൽഫ കാർബൺ, ഇതും ആൽഫ കാർബണാണ്. നിങ്ങൾക്കറിയാം അവിടെ 2 സ്ഥലത്ത് H ഉണ്ട്. ടോട്ടൽ 6 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ നോക്കിയേ, ഇതും ആൽഫയാണ്, ഇതും ആൽഫയാണ്. അവിടെ ആൽഫ കാർബണിൽ H ഉണ്ട് അല്ലേ? ഇതിലാണെങ്കിൽ ഇതാണ് ആൽഫ കാർബൺ, അവിടെ H ഇല്ല. ഇവിടെ ആൽഫ കാർബൺ, അതും H ഇല്ല. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതിൽ ആൽഫ കാർബണിൽ H ഇല്ല, ഇതിൽ ആൽഫ കാർബണിൽ H ഇല്ല. പഠിച്ചോ? ഇതിൽ ആൽഫ കാർബണിൽ H ഉണ്ട്, ഇതിലും ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ടിക്ക് ചെയ്യുക, തെറ്റിടുക. ഇത്തിരി മനസ്സിലായോ? ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ആൽഫ കാർബണിൽ H ഉള്ള ആൽഡിഹൈഡ്സും കീറ്റോൺസും കാണിക്കുന്ന ഒരു കോമൺ റിയാക്ഷനാണ് ആൽഡോൾ കണ്ടൻസേഷൻ. അപ്പോൾ ആൽഫ കാർബണിൽ H ഉള്ള എന്ന് പറഞ്ഞാൽ ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള ആൽഡിഹൈഡ്സും കീറ്റോൺസും കാണിക്കുന്ന ഒരു റിയാക്ഷനാണ് ഇത് ആൽഡോൾ കണ്ടൻസേഷൻ. ഈ റിയാക്ഷൻ കാണിക്കുന്നത് ഒരു ഡൈല്യൂട്ട് ആൽക്കലിയുടെ പ്രസൻസിലാണ്. ഡൈല്യൂട്ട് ആൽക്കലി എന്ന് പറഞ്ഞാൽ ഡൈല്യൂട്ട് NaOH, ഡൈല്യൂട്ട് KOH, അല്ലെങ്കിൽ ഡൈല്യൂട്ട് Na2CO3, അങ്ങനെ എന്തും ആവാം. ഡൈല്യൂട്ട് ആയിട്ടുള്ള ആൽക്കലി കിട്ടുമെന്നേ. OH മൈനസ് കിട്ടുന്ന ഏത് സാധനത്തിനെയും നമ്മൾ ആൽക്കലി എന്ന് വിളിക്കും. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐഡിയ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഞാൻ ആൽഡോൾ കണ്ടൻസേഷൻ എഴുതുന്നതിന് മുമ്പായിട്ട് ഒരു സെൻറ്റൻസ് ആൽഡോൾ കണ്ടൻസേഷൻ ഇതെല്ലാവരും എഴുതിയില്ലേ? എന്നിട്ട് ആൽഫ ഹൈഡ്രജൻ ഉള്ള കോമ്പൗണ്ടും ഇല്ലാത്ത കോമ്പൗണ്ടും തമ്മിൽ പിന്നെ വേർതിരിച്ച് എഴുതാൻ പറ്റിയല്ലോ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഫോമാൽഡിഹൈഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ ആൽഫ ഹൈഡ്രജൻ ആറ്റം, റൈറ്റ്? എത്തനാൽ കണ്ടെയ്ൻസ് 3 ആൽഫ ഹൈഡ്രജൻ ആറ്റം. പ്രൊപ്പനാൽ കണ്ടെയ്ൻസ് 2 ആൽഫ ഹൈഡ്രജൻ ആറ്റം. അല്ലേ? നേരത്തെ എഴുതിയിട്ടുണ്ട്. ഇനിയോ 2,2 ഡൈമീഥൈൽ പ്രൊപ്പനാളിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ല. പിന്നെ ബ്യൂട്ടനാളിൽ 2 ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ബെൻസാൽഡിഹൈഡിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ല. അസറ്റോണിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ബ്യൂട്ടനോണിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അവസാനം എഴുതിയ ആ കോമ്പൗണ്ടിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ല. ഇനി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ റിയാക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കെല്ലാവരും. CH3CHO എയറോ മാർക്കിൻ്റെ മുകളിൽ ഡൈല്യൂട്ട് NaOH അല്ലെങ്കിൽ ഡൈല്യൂട്ട് ആൽക്കലി. കേട്ടോ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ റിയാക്ഷൻ എഴുതുമ്പോൾ CH3CHO എന്ന് എഴുതുക. എന്നിട്ടേ CH3CHO പറ്റുമെങ്കിൽ CH3CHO എന്നല്ലുള്ളത്. അതിൽ 2 മോളിക്യൂൾ വേണം. ഒരെണ്ണം CH ഡബിൾ ബോണ്ടോ എന്ന് എഴുതുക. CH3CH ഡബിൾ ബോണ്ടോ. ഇത് ഡെൽറ്റ പ്ലസ്, ഇതോ ഡെൽറ്റ മൈനസ്. അടുത്തത് CH2, പിന്നെ ഒരു ആൽഫ ഹൈഡ്രജൻ കാണിക്കുക HCHO. 2 മോളിക്യൂൾ എഴുതുക. ഒരു മോളിക്യൂളിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് കാട്ടുക, മറ്റേതിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് അല്ല ആൽഫ ഹൈഡ്രജൻ ആറ്റം കാണിക്കുക. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യുക? ഇതാണ് സ്റ്റെപ്പ്. ഈ ആൽഫ ഹൈഡ്രജൻ ആറ്റം അസിഡിക്കാണ്. ആൽഫ ഹൈഡ്രജൻ ആറ്റം അസിഡിക് ആവാനുള്ള കാരണം ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇത് ആൽഫ ഹൈഡ്രജൻ ആറ്റം അസിഡിക്കാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ H+ ആയി പോയി കഴിഞ്ഞാൽ, കണ്ടോ, ഈ ആൽഫ കാർബണിലുള്ള H+ ആയി പോയി കഴിഞ്ഞാൽ ഇവിടെ മൈനസ് കിട്ടും. ആ കാർബാനയോൺ റെസണൻസ് വഴി സ്റ്റെബിലൈസ് ചെയ്യും. കണ്ടോ? ഈ ആൽഫ കാർബണിൽ H+ ആയി ബേസിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ആ കിട്ടുന്ന കാർബാനയോൺ കോഞ്ചുഗേറ്റ് ബേസ് റെസണൻസ് വഴി സ്റ്റെബിലൈസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആൽഫ ഹൈഡ്രജൻ ആറ്റം എന്താണ്? അസിഡിക്കാണ്. കേട്ടോ? അപ്പോൾ എന്ത് സംഭവിക്കും? ഈ H ഈ ഓക്സിജനിലേക്ക് പോകും. ഈ CH2 ഈ CHലേക്ക്. ഒരു ശരിക്കും ശ്രദ്ധിക്കുക. CH3CH ഡബിൾ ബോണ്ടോ O ഡെൽറ്റ മൈനസ് കാർബൺ ഡെൽറ്റ പ്ലസ്. പിന്നെ നമ്മൾ ആൽഫ ഹൈഡ്രജനെ മാറ്റി എഴുതി CH2HCHO. ഈ H നേരെ എറോ മാർക്കറ്റിൽ ഓക്സിജനിൽ കൊടുക്കുക, ഈ CH2 നേരെ എറോ മാർക്കറ്റിൽ CHലേക്ക് കൊടുക്കുക. അപ്പോൾ എന്താ പ്രോഡക്റ്റ് കിട്ടുക? പറഞ്ഞാൽ CH3CHOH, പിന്നെയോ CH2CHO. കണ്ടോ? അപ്പോൾ ഇതിലിപ്പോൾ OH ഉണ്ട്, CHO ഉണ്ട്. ഏതാ മെയിൻ? CHO. അപ്പോൾ ഇത് ആൽഫ, ഇത് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് ആണ് ഈ കോമ്പൗണ്ട്. ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അതിൻ്റെ പേരല്ല, പൊതുവേ ഉള്ള പേര് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്. ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡിനെ നമ്മൾ ആൽഡോൾ എന്ന് വിളിക്കും ഷോർട്ട് ഫോമിൽ. അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്. ഹൈഡ്രോക്സിയിൽ ഓൾ അല്ലേ, ആൽഡിഹൈഡ് ആൽഡ്, അപ്പോൾ ആൽഡോൾ.
കേട്ടോ. ബീറ്റാ ഹൈഡ്രോക്സി ആൽഡിഹൈഡിൻ്റെ കോമൺ നെയിമാണെന്ത്? ആൽഡോൾ. ഇനി ബീറ്റാ ഹൈഡ്രോക്സി കീറ്റോൺ കിട്ടും. കീറ്റോൺ ആണെങ്കിൽ അതിനെ കീറ്റോൾ എന്ന് വിളിക്കും. മനസ്സിലായോ? ഇനി അപ്പോൾ ബീറ്റാ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് കിട്ടും. ഇനി ഇത് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ ആൽഫ ഹൈഡ്രജൻ ഇനിയും ബാക്കിയുണ്ടോ? ഉണ്ട്. ആ ആൽഫ ഹൈഡ്രജൻ അസിഡിക്കാണ് ഞാൻ പറഞ്ഞില്ലേ, ആ ആൽഫ ഹൈഡ്രജൻ എച്ചും ഈ OH കൂടെ വാട്ടറാവും. മനസ്സിലായോ? ഈ എച്ചും ഈ OH വാട്ടറാവും, -H2O. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? പറയൂ. CH3 CH ഈ OH പോയി ഈ H പോയി, ഡബിൾ ബോണ്ട് CH CHO കിട്ടിയില്ലേ? ക്ലിയർ ആയല്ലോ? അതായത് ആൽഫക്കും ബീറ്റക്കും ഇടയ്ക്ക് ഡബിൾ ബോണ്ട് വരുന്ന ആൽഡിഹൈഡ് കിട്ടി. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റ് ആൽഡിഹൈഡ്. അത് കീറ്റോൺ ആണെങ്കിൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റ് കീറ്റോൺ കിട്ടും. കീറ്റോൺ ആണെന്ന് കിട്ടും, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റ് കീറ്റോൺ. IUPACനെ നമുക്ക് എഴുതാൻ അറിയാം. ഞാൻ കോമൺ പേര് പറയുന്നത് ആ റിയാക്ഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഒരു ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള ആൽഡിഹൈഡോ കീറ്റോണോ, അതായത് കാർബോണൈൽ കോമ്പൗണ്ട് ഏതുമായിട്ട് ഒരു ഡൈല്യൂട്ട് ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആദ്യം കണ്ടൻസേഷൻ നടക്കില്ല. ഒരു ആൽഡോൾ അല്ലെങ്കിൽ കീറ്റോൾ കിട്ടും. ആൽഡോൾ അല്ലെങ്കിൽ കീറ്റോൾ. ഞാൻ പറയില്ലേ എന്താ ആൽഡോള്? ബീറ്റാ ഹൈഡ്രോക്സി ആൽഡിഹൈഡിനെ വിളിക്കുന്ന പേരാണെന്ത്? ആൽഡോൾ. ബീറ്റാ ഹൈഡ്രോക്സി കീറ്റോണിനെ വിളിക്കുന്ന പേരോ? കീറ്റോൾ. ആൽഡോൾ അല്ലെങ്കിൽ കീറ്റോൾ കിട്ടും. അത് ചൂടാക്കിയാൽ വാട്ടർ റിമൂവ് ചെയ്തിട്ട് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബോണൈൽ കോമ്പൗണ്ട് കിട്ടും. കാർബോണൈൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡായി കീറ്റോണായി കിട്ടില്ലേ? ഈ റിയാക്ഷൻ എന്ത് വിളിക്കും? ആൽഡോൾ കണ്ടൻസേഷൻ. ഓക്കെ, അപ്പോൾ എഴുതിക്കോ. ഇങ്ങനെ എഴുതിയാൽ മതി. എന്താണ് ആൽഡോൾ കണ്ടൻസേഷൻ ചോദിച്ചു കഴിഞ്ഞാലേ, വെൻ എ കാർബോണൈൽ കോമ്പൗണ്ട്, വെൻ എ കാർബോണൈൽ CARBONYL കാർബോണൈൽ കോമ്പൗണ്ട് എഴുതിയോ? വെൻ എ കാർബോണൈൽ കോമ്പൗണ്ട് ബ്രാക്കറ്റിൽ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, വെൻ എ കാർബോണൈൽ കോമ്പൗണ്ട് ബ്രാക്കറ്റിൽ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഇത് കണ്ടെയ്നിങ് ആൽഫ ഹൈഡ്രജൻ ആറ്റം, containing alpha hydrogen atom is treated with dilute alkali, containing alpha hydrogen atom is treated with dilute alkali, എഴുതിയോ? യെസ്, ഇങ്ങനെ എഴുതിക്കോ. ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്, ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് ബ്രാക്കറ്റ് ആൽഡോൾ ALDOL, ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് ബ്രാക്കറ്റിൽ ആൽഡോൾ, ഓർ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ ബ്രാക്കറ്റിൽ കീറ്റോൾ എഴുതിയോ? ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ ബ്രാക്കറ്റിൽ കീറ്റോൾ is formed which on heating eliminates a molecule of water, to form alpha beta unsaturated carbonyl compound, alpha beta hyphen unsaturated carbonyl compound ആയില്ലേ? ഇനി എക്സാമ്പിൾ ഇങ്ങനെ എഴുതുക. എക്സാമ്പിൾ CH3CHO എയറോ മാർക്കിൻ്റെ മുകളിൽ ഡൈല്യൂട്ട് എന്നെ വായിച്ച്, അത് പരീക്ഷയ്ക്ക് വന്നാൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുക. CH3CH ഡബിൾ ബോണ്ടോ, അതായത് ഒന്നിലെയാൻ കാർബോണൈൽ കോമ്പൗണ്ട് ഗ്രൂപ്പ് കാണിക്കുന്നു. CH3CH ഡബിൾ ബോണ്ടോ പ്ലസ് CH2HCHO, ഏത് എച്ചാ കാണിക്കുന്നത്? ആൽഫ കാർബൺ എച്ച് കേട്ടോ. CH2HCHO ഗീവ്സ് എന്താ കിട്ടുക? ഓക്സിജൻ്റെ കൂടെ ആൽഫ ഹൈഡ്രജൻ ചേർക്കുക, ആ CH2CHO കാർബണിൻ്റെ കൂടെ ചേർക്കുക. അപ്പോൾ എന്താ കിട്ടുക? പറയുന്ന സമയത്തിന് എഴുതി CH3CHOH CH2CHO എഴുതി നോക്കിയാൽ എന്താണ്? CH3CHOH CH2CHO അതല്ലേ ആൽഡോൾ. ഇനി ഹീറ്റ് ചെയ്യുമ്പോൾ -H2O. അപ്പോൾ എന്താ കിട്ടുക? CH3CH ഡബിൾ ബോണ്ട് CHCHO, CH3CH ഡബിൾ ബോണ്ട് CHCHO. ഓക്കെ, ക്ലിയർ? ഇനി ഐഡിയ ക്ലിയർ ആയല്ലോ? ഇത് നോക്ക്. ഇനി നിങ്ങൾ വേറൊരു എക്സാമ്പിൾ നോക്കുക. യെസ്, CH3CH2CHO
ഡൈല്യൂട്ട് ആൽക്കലിന്ന് മാത്രം എഴുതിയാലും മതി, അല്ലെങ്കിൽ ഡൈല്യൂട്ട് NaOH അല്ലെങ്കിൽ KOH. കണ്ടില്ലേ, ഞാൻ ഡൈല്യൂട്ട് KOH. അപ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റിൽ ഒന്നാമത്തെ മോളിക്യൂളിൽ CH3 CH2 CHO എന്നുള്ള CH ഡബിൾ ബോണ്ട് നോക്കുക. രണ്ടാമത്തേൽ ഏതാണ്? ഇതല്ലേ ആൽഫ കാർബൺ. ആ ആൽഫ കാർബണിലെ Hനെ ഞാൻ എഴുതി മുകളിലോട്ട് H. ആ H എഴുതി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? CH2 ഇതല്ലേ ആൽഫ, CH2 അല്ലേ ആൽഫ കാർബൺ. അപ്പോൾ CH2 CHH എഴുതുക. ആ CH2 കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം ഗ്രൂപ്പ് ഉണ്ട്? ഒരു CH3 ഉണ്ട്, ഒരു CHO ഉണ്ട്. ഇങ്ങനെ മാറ്റി എഴുതുക കേട്ടോ. അതായത് CH3 CH2 CHO തന്നെ. ഇനി എന്ത് ചെയ്യും? ഇത് ഡെൽറ്റ പ്ലസ്, ഇതോ ഡെൽറ്റ മൈനസ്. എല്ലാവരും എഴുതുന്നുണ്ടല്ലോ. ഇനി ഈ ആൽഫ കാർബണിലെ Hനെ ഇങ്ങോട്ട് കാണിക്കുക, ഇത് ഇങ്ങോട്ട് കാണിക്കുക, ഈ ഭാഗം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക പറഞ്ഞേ? യെസ്, CH3 CH2 CH അല്ലേ. ആ O എന്തായി മാറി? OH. എല്ലാവരും എഴുതിയോ? എന്താ എഴുതിയ പറ? CH3 CH2 CHOH. ബാക്കി പറഞ്ഞേ. സിംഗിൾ ബോണ്ട് CH, ഇത് CH അല്ലേ ഇത്, പിന്നെ CH3, പിന്നെയോ CHO. ക്ലിയർ? ഇനി ഹീറ്റ് ചെയ്യുമ്പം എന്ത് റിമൂവ് ചെയ്യും? -H2O. ഓക്കെ. അപ്പം നോക്കൂ എല്ലാവരും, ഇതല്ലേ ആൽഫ കാർബൺ. ആ ആൽഫ കാർബണിൽ ഒരു H ബാക്കിയില്ലേ? ആ ആൽഫ കാർബണിലെ Hഉം ബീറ്റ കാർബണിലെ OH കൂടെ വാട്ടർ ആവും. അപ്പോൾ നമുക്ക് എന്താ പ്രോഡക്റ്റ് കിട്ടുക? പറയും C3 എഴുതിക്കോ, CH2, പിന്നെ CH, ആ OH പോയില്ലേ. അടുത്ത CHലത്തെ H പോയാൽ ഡബിൾ ബോണ്ട് C ആയി, ഡബിൾ ബോണ്ട് C. ഇനി ബാക്കി പറഞ്ഞേ. ഇവിടെ C3 ഉണ്ട്, ഇവിടെയോ CHO. ക്ലിയർ ആയോ? ഇതാണ് റിയാക്ഷൻ. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ പ്രൊപ്പനാൾ ഡൈലൂട്ട് NaOH അല്ലെങ്കിൽ KOH അല്ലെങ്കിൽ ഡൈലൂട്ട് ആൽക്കലി തന്നാൽ പ്രോഡക്റ്റ് ചെയ്താൽ പഠിച്ചോ. ഓക്കെ. യെസ്. ഇനി വേറെ എക്സാമ്പിൾ നോക്കുക. കീറ്റോൺ നമ്മൾ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടല്ലോ. ഒരു എക്സാമ്പിൾ എഴുതാം. CH3COCH3. ഇത് പ്രൊപ്പനോണാണ്. പ്രൊപ്പനോൺ അല്ലെങ്കിൽ അസറ്റോൺ. എയറോ മാർക്കിനോട് ഡൈലൂട്ട് ആൽക്കലി. ഞാൻ ഡൈലൂട്ട് ആൽക്കലി എന്ന് എഴുതുന്നതിൽ NaOH അല്ലെങ്കിൽ KOH കേട്ടോ. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ OH- മാത്രം കാണും. ഡൈലൂട്ട് ആൽക്കലിക്ക് പകരം OH- മാത്രം. അപ്പോൾ ചെയ്യേണ്ടത് ആദ്യം CH3 C ഡബിൾ ബോണ്ടോ CH3 C ഡബിൾ ബോണ്ടോ CH3 താഴോട്ട് എഴുതുന്നത് നല്ലത് കേട്ടോ. CH3 C ഡബിൾ ബോണ്ടോ CH3. ഇത് ഡെൽറ്റ പ്ലസ്, ഇതോ ഡെൽറ്റ മൈനസ് പ്ലസ്. ഇനി നിങ്ങൾക്കറിയാലോ ഒരു ആൽഫ കാർബൺ അല്ലേ, അത് CH3 രണ്ടും ആൽഫ കാർബൺ ആണ്. അപ്പോൾ CH2H ആക്കുക. ഒരു ആൽഫ കാർബൺ CH3A CH2H ആക്കുക. ബാക്കി COCH3. അത് C ഡബിൾ ബോണ്ടോ എഴുതിയിട്ടേയും കുഴപ്പമില്ല, കാരണം ആ ഫംഗ്ഷണൽ ഗ്രൂപ്പിൽ റിയാക്ഷൻ ഇല്ല. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ H ഓക്സിജനിലേക്ക് ചേർക്കുക, ഈ CH2 ഇവിടത്തേക്ക് ചേർക്കുക. ഉണ്ടോ? അപ്പോൾ എന്താ പ്രോഡക്റ്റ് കിട്ടുക പറഞ്ഞേ? CH3 C എന്തായി മാറും? ഡബിൾ ബോണ്ട് OH ആവും. ഇവിടെ ഓൾറെഡി ഒരു CH3 ഉണ്ട്. എത്ര പേര് എഴുതിയോ? എന്താ എഴുതി പറ? C3. ഞാൻ ഒന്നുകൂടെ പറയാം. C3 C ഡബിൾ ബോണ്ടോ താഴോട്ട് C3 പ്ലസ് CH2H COCH3. CH2H എന്ന് പറഞ്ഞാൽ ആൽഫ കാർബണിൽ H. രണ്ട് ആൽഫ കാർബണും സെയിം ആണ്. ഓക്കെ. ഡിഫറെൻ്റ് ആണെങ്കിൽ രണ്ട് വ്യത്യസ്ത പ്രോഡക്റ്റ് കിട്ടും കേട്ടോ. അത് നമുക്ക് ഈ ലെവലിൽ ആവശ്യമില്ല. അപ്പോൾ ഈ H ഇവിടുത്തെ കൊടുക്കുക, ഈ CH2 ഇവിടേക്ക് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ C3 C CH3 C3 C3 C CH3 അല്ലേ, C3 C CH3 പിന്നെ OH. ഇനി ബാക്കി വരുക CH2 അല്ലേ, ബാക്കി വരുക പറ CH2 COCH3 CH2 COCH3 കിട്ടിയോ? ഇനി ഹീറ്റ് ചെയ്യുമ്പം വാട്ടർ റിമൂവ് ചെയ്യും. വാട്ടർ റിമൂവൽ പങ്കെടുക്കൽ CO കഴിഞ്ഞ് നെക്സ്റ്റ് കാർബൺ ആൽഫ കാർബൺ, അടുത്ത കാർബൺ ബീറ്റ കാർബൺ. ബീറ്റ കാർബണിൽ OHഉം ആൽഫ കാർബണിൽ H കൂടെ വാട്ടർ ആവും. അപ്പോൾ പ്രോഡക്റ്റ് പറഞ്ഞേ, പറയൂ. C3 C CH3 ഡബിൾ ബോണ്ട് എന്നിട്ടും C, പിന്നെ ഡബിൾ ബോണ്ട് C CH3, പിന്നെയോ CH2 ഡബിൾ ബോണ്ട് C അല്ലേ, പറയൂ. ഡബിൾ ബോണ്ട് കഴിഞ്ഞിട്ട് എന്താ വരിക? CH, ഡബിൾ ബോണ്ട് CH. ഒന്നുകൂടെ പറയാം. C3 C CH3 C3 C CH3 ഈ OH മാറ്റായി. അപ്പോൾ ഡബിൾ ബോണ്ട് CH പിന്നെ COCH3 ഇതായിട്ടല്ലേ. ഇതാണ് കീറ്റോൾ. എന്നാൽ കീറ്റോൾ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൾ എന്ന് വിളിക്കുന്ന പേരാണിത്. പൊതുവേ ഉള്ള പേരാണ് കീറ്റോൾ, അല്ലാണ്ട് അതിൻ്റെ പേരല്ല. അത് IUPACൽ വേറെ പേര് വരും. ഇപ്പോൾ കീറ്റോൾ കിട്ടി നമുക്ക്. ക്ലിയർ ആയോ? അപ്പോൾ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ കിട്ടി. ഓക്കെ. അപ്പോൾ ക്ലിയർ ആയാലും അല്ലൂർ കണ്ടൻസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലൂർ കണ്ടൻസേഷൻ. യെസ്. ഇനി അല്ലൂർ കണ്ടൻസേഷൻ ക്ലിയർ ആയല്ലോ. അതുപോലെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് റിയാക്ഷനാണ് കാനിസാരോ റിയാക്ഷൻ. CANNIZARO കാനിസാരോസ് റിയാക്ഷൻ. ആൽഡോൾ കണ്ടൻസേഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത
കോമ്പൗണ്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ? അതിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൽഡിഹൈഡ്സ് മാത്രം കാണിക്കുന്ന ഒരു റിയാക്ഷനാണ് ഇത് കാനിസാരോ റിയാക്ഷൻ. ആൽഡോൾ കണ്ടൻസേഷൻ ആണെങ്കിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള ആൽഡിഹൈഡ്സും കാണിക്കും, കീറ്റോൺസും കാണിക്കും. പക്ഷേ കാനിസാരോ റിയാക്ഷനോ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൽഡിഹൈഡ്സ് മാത്രം. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൽഡിഹൈഡ് നേരത്തെ കണ്ടില്ലേ നമ്മൾ? ഫോമാൽഡിഹൈഡ്, ബെൻസാൽഡിഹൈഡ് അല്ലേ? ഫോമാൽഡിഹൈഡ്, ബെൻസാൽഡിഹൈഡ്. അതുപോലെ തന്നെ ആൽഫ കാർബണിലെ എച്ചിന് പകരം ആൽക്കൈൽ ഗ്രൂപ്പ് വന്ന ആൽഡിഹൈഡ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ 2,2 ഡൈമീഥൈൽ പ്രൊപ്പനാൽ. നേരത്തെ എഴുതി നോക്കിയെല്ലാവരും 2,2 ഡൈമീഥൈൽ പ്രൊപ്പനാൽ. ക്ലിയർ ആയോ? അപ്പോൾ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൽഡിഹൈഡ് കാണിക്കുന്ന റിയാക്ഷനാണ് കാനിസാരോ റിയാക്ഷൻ. ഈ കാനിസാരോ റിയാക്ഷൻ മെക്കാനിസം ഇപ്പോൾ ആവശ്യമില്ല. അതുകൊണ്ട് HCHO ഫോമാൽഡിഹൈഡിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലല്ലോ. ഇതൊരു കോൺസെൻട്രേറ്റഡ് NaOH അല്ലെങ്കിൽ KOH അങ്ങനെ പറയണം. ആൽക്കലി പോരാ, കോൺസെൻട്രേറ്റഡ് NaOH അല്ലെങ്കിൽ KOH അതിൻ്റെ പ്രസൻസിൽ കാണിക്കുന്ന റിയാക്ഷനാണ് കാനിസാരോ റിയാക്ഷൻ. ഇത് പറഞ്ഞ എളുപ്പമാണ്, മെക്കാനിസം ഇപ്പോൾ ആവശ്യമില്ല. പറഞ്ഞാൽ എളുപ്പമാണെന്ന് അറിയോ? ഒരെണ്ണം ഓക്സിഡൈസ് ചെയ്യും, മറ്റേത് റെഡ്യൂസ് ചെയ്യും. ഒരു മോളിക്യൂൾ ഓക്സിഡൈസ് ചെയ്യും, മറ്റേ മോളിക്യൂൾ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്താ കിട്ടുക? നോക്കിയെല്ലാവരും HCHO രണ്ടെണ്ണം റിയാക്ഷൻ എഴുതണം. HCHO + HCHO. എയറോ മാർക്കിൻ്റെ മുകളിൽ കോൺസെൻട്രേറ്റ് NaOH എഴുതുക. കോൺസെൻട്രേറ്റ് NaOH. എന്നിട്ട് എന്ത് അറിയാം? പറഞ്ഞു തന്നിട്ട് എഴുതിയാൽ മതി. ഒരെണ്ണം ഓക്സിഡൈസ് ചെയ്യും, ഒരെണ്ണം റെഡ്യൂസ് ചെയ്യും. ഈ CHO ഓക്സിഡൈസ് എന്ത് കിട്ടും? COH. നേരത്തെ പഠിച്ചിട്ടുണ്ട്. CHO റെഡ്യൂസ് ചെയ്താലോ? CH2OH. അപ്പോൾ ഇതിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഇതിനെ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിനെ റിഡോക്സ് റിയാക്ഷനിൽ പഠിച്ചില്ലേ? ഡിസ്പ്രപ്പോർഷനേഷൻ, സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ. അതിൽ ഓക്സിഡൈസിങ് ഏജൻറ്റും ഫോമാൽഡിഹൈഡ് തന്നെ, റെഡ്യൂസിങ് ഏജൻറ്റും ആരെന്നെ? ഫോമാൽഡിഹൈഡ് തന്നെ. മനസ്സിലായോ? ഇതിനെ ഓക്സിഡൈസ് ചെയ്യും, ഇതിനെ റെഡ്യൂസ് ചെയ്യും. ഇത് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? COH. അപ്പോൾ HCOOH. ഇത് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? HCH2OH. HL എവിടെയുള്ളത്? CH2OH. ഇനി നിങ്ങൾ HCOOH അല്ലേ ഉള്ളത്, അത് NaOH-മായി റിയാക്ട് ചെയ്യും. കാരണം ഇത് ആസിഡ് അല്ലേ, NaOH-മായി റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? HCONA. ഒറ്റ മാറ്റം എഴുതുന്നുണ്ട്. COOH ആയി മാറും, അത് CONA ആവും. പിന്നെ HCH2OH പറഞ്ഞാൽ എന്താണ്? HCH2OH പറഞ്ഞാൽ CH3OH അല്ലേ? HCH2OH എന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതി തന്നെയാണ്. അത് CH3OH അല്ലേ? ക്ലിയർ ആയോ? അപ്പോൾ ഒന്ന് പറഞ്ഞേ, ഇതെന്നാ സാധനം? ഫോമാൽഡിഹൈഡ് അല്ലെങ്കിൽ മെത്തനാൽ അല്ലേ? ഫോമാൽഡിഹൈഡ് അല്ലെങ്കിൽ മെത്തനാൽ. ഓക്കെ, ഇത് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഫോമിക് ആസിഡായി മാറിയിട്ട് സോഡിയം ഫോമേറ്റ് ആവും. സോഡിയം ഫോമേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ IUPAC നെയിം സോഡിയം മെത്തനോയേറ്റ്. കേട്ടോ? സോഡിയം മെത്തനോയേറ്റ്. ഇത് മെത്തനോൾ അല്ലെങ്കിൽ മീഥൈൽ ആൽക്കഹോൾ അല്ലേ? മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മെത്തനോൾ. ക്ലിയർ ആയോ? അപ്പോൾ ഈ റിയാക്ഷൻ സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഡിസ്പ്രപ്പോർഷനേഷൻ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം ഇതിൽ ഓക്സിഡൈസിങ് ഏജൻറ്റും ഇല്ല, റെഡ്യൂസിങ് ഏജൻറ്റും ഇല്ല. ഇതിൽ NaOH അതിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടക്കുന്നേ ഉള്ളൂ. അത് മെക്കാനിസം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തൽക്കാലം NaOH ഓർമ്മിച്ചാൽ മതി. പക്ഷേ ഇതിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാ? ഫോമാൽഡിഹൈഡ്. ഇതിലേതാ റെഡ്യൂസിങ് ഏജൻറ്റ്? ഫോമാൽഡിഹൈഡ്. പഠിച്ചോ അതെ? അപ്പോൾ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും കിട്ടും അല്ലേ? സോഡിയം സോൾട്ട് ഓഫ് ആസിഡും കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും കിട്ടും. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് എന്ത്? കാനിസാരോ റിയാക്ഷൻ. അപ്പോൾ എഴുതിക്കോ. Yes, when an aldehyde which does not contain any alpha hydrogen atom, when an aldehyde which does not contain any alpha hydrogen atom is treated with concentrate NaOH. എഴുതിയോ? കോൺസെൻട്രേറ്റ് NaOH ബ്രാക്കറ്റിൽ ഓർ KOH എഴുതിക്കോ. കോൺസെൻട്രേറ്റ് NaOH ബ്രാക്കറ്റിൽ ഓർ KOH എഴുതിയോ? എ സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ എഴുതിയോ? എ സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ബ്രാക്കറ്റിൽ ഡിസ്പ്രപ്പോർഷനേഷൻ എഴുതിയോ? എ സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ബ്രാക്കറ്റിൽ ഡിസ്പ്രപ്പോർഷനേഷൻ takes place to form sodium salt of carboxylic acid and alcohol. ആൽക്കഹോൾ മിക്കവാറും പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും അല്ലേ? മെത്തനോൾ പിന്നെ പ്രൈമറി അങ്ങനെ പേരില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കോമൺ ആയി എഴുതാഞ്ഞ് കേട്ടോ.
അപ്പോൾ ആൽക്കഹോൾ എഴുതിയോ? എക്സാമ്പിൾ എഴുതുക. ഇതാ HCHO എയറോ മാർക്കിൻ്റെ മുകളിൽ കോൺസെൻട്രേറ്റ് NaOH എഴുതി വെക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് തരുമ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുക. HCHO എയറോ മാർക്കിൻ്റെ മുകളിൽ കോൺസെൻട്രേറ്റ് NaOH എഴുതിയോ? ഇക്വേഷൻ എഴുതിക്കോ. HCHO + HCHO രണ്ടെണ്ണം എഴുതണേ. HCHO + HCHO. താഴെ ഫോർമാൽഡിഹൈഡ് ബ്രാക്കറ്റിൽ മെത്തനാൽ. ഞാൻ വേർഡ്സിൽ എഴുതിത്തരാം, ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആയതുകൊണ്ട് വേർഡ്സിൽ എഴുതിത്തരാം. ഫോർമാൽഡിഹൈഡ് ബ്രാക്കറ്റിൽ മെത്തനാൽ എഴുതിയോ? എയറോ മാർക്കിൻ്റെ മുകളിൽ കോൺസെൻട്രേറ്റ് NaOH. എയറോ മാർക്കിൻ്റെ മുകളിൽ കോൺസെൻട്രേറ്റ് NaOH എഴുതിയോ? എന്നിട്ട് പ്രോഡക്റ്റ് എഴുതുക. HCONA. അങ്ങനെ HCON എഴുതി. ആദ്യം CHO COH ആവും, അത് NaOHുമായി റിയാക്ട് ചെയ്യുമ്പോൾ ആസിഡ് ബേസ് റിയാക്ഷൻ നടത്തിയിട്ട് CONA ആവും അല്ലേ? അപ്പോൾ HCONA. താഴെ സോഡിയം ഫോർമേറ്റ് ബ്രാക്കറ്റിൽ സോഡിയം മെത്തനോയേറ്റ്. HCONAയുടെ താഴെ സോഡിയം ഫോർമേറ്റ് ബ്രാക്കറ്റിൽ സോഡിയം മെത്തനോയേറ്റ് പ്ലസ് CH3OH. അത് ശരിക്കും HCH2OH കിട്ടൽ. അത് HCH2OH എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? HL ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ CH3OH അല്ലേ? CH3OH. താഴെ മീഥൈൽ ആൽക്കഹോൾ ബ്രാക്കറ്റിൽ മെത്തനോൾ. മീഥൈൽ ആൽക്കഹോൾ ബ്രാക്കറ്റിൽ മെത്തനോൾ എഴുതിയോ? ഇനി വേർഡ്സ് എഴുതിക്കോ. വെൻ ഫോർമാൽഡിഹൈഡ് ഈസ് ഹീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റ് NaOH എഴുതിയോ? വെൻ ഫോർമാൽഡിഹൈഡ് ഈസ് ഹീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റ് NaOH Cannizzaro reaction takes place. Cannizzaro reaction takes place. Cannizzaro reaction takes place to form sodium formate and methanol. Cannizzaro reaction takes place to form sodium formate and methanol. എഴുതിയോ? സോഡിയം ഫോർമേറ്റ് ആൻഡ് മെത്തനോൾ. അതേപോലെ C6H5CHO അല്ലേ മക്കളെ ബെൻസാൽഡിഹൈഡ്. അതിന് വേണമെങ്കിൽ ബെൻസീൻ റിംഗ് CHO എന്ന് എഴുതി കൂടെ? അപ്പോൾ ഞാൻ രണ്ടും എഴുതിയിട്ടുണ്ട്. C6H5CHO അല്ലെങ്കിൽ ബെൻസീൻ റിംഗ് CHO. എയറോ മാർക്കിൻ്റെ മുകളിൽ കോൺസെൻട്രേറ്റ് KOH ആയിക്കോട്ടെ, കോൺസെൻട്രേറ്റ് KOH. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മോളിക്കൂൾ ബെൻസാൽഡിഹൈഡ് എഴുതണം? 2 മോളിക്കൂൾ. ഞാൻ ബെൻസീൻ റിംഗ് CHO എന്ന് എഴുതുന്നുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. 2 ബെൻസീൻ റിംഗ് CHO. എയറോ മാർക്കിനുള്ള കോൺസെൻട്രേറ്റ് KOH. എന്താ പ്രോഡക്റ്റ് കിട്ടുക? ഒരെണ്ണം CONAക്ക് പകരം ഇവിടെ എന്താ കിട്ടുക? COOK അല്ലേ? പൊട്ടാസ്യം സോൾട്ട് കിട്ടും. പ്ലസ് ബെൻസീൻ റിംഗ്. അടുത്ത CHO എന്തായി മാറും? ഒരു CHO COH ആയി, മറ്റേ CHO എന്തായി മാറും? CH2OH. പഠിച്ചോ? ക്ലിയർ ആയോ? ഇത് പൊട്ടാസ്യം ബെൻസോയേറ്റ്. എന്താ പേര്? പൊട്ടാസ്യം ബെൻസോയേറ്റ്. ഇതോ ബെൻസൈൽ ആൽക്കഹോൾ. ബെൻസൈൽ ആൽക്കഹോൾ. അത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, സോഡിയം ബെൻസോയേറ്റ്. കേട്ടോ? അപ്പോൾ എഴുതിക്കോ. when benzaldehyde is heated with concentrated KOH, heated with concentrated KOH, എഴുതിയോ? കോൺസെൻട്രേറ്റഡ് KOH. Cannizzaro reaction takes place. Cannizzaro reaction takes place to form potassium benzoate and benzyl alcohol. Potassium benzoate and benzyl alcohol. അല്ലേ? അപ്പോൾ 2 ബെൻസീൻ റിംഗ് CHO. എയറോ മാർക്കിൻ്റെ മുകളിൽ കോൺസെൻട്രേറ്റ് KOH എഴുതിയോ? ബെൻസീൻ റിംഗ് COOK. താഴെ പൊട്ടാസ്യം ബെൻസോയേറ്റ് പ്ലസ് ബെൻസീൻ റിംഗ് CH2OH. ബെൻസീൻ റിംഗ് CH2OH. താഴെ ബെൻസൈൽ ആൽക്കഹോൾ. ഒരു ഉദാഹരണം കൂടി നോക്കിയെല്ലാവരും. CH3 ഞാൻ പറയുന്ന സമയം തന്നെ ഇത് CH3CHO. നേരത്തെ നമ്മൾ പറഞ്ഞ കോമ്പൗണ്ടാണ് 2,2-ഡൈമീഥൈൽ പ്രൊപ്പനാൽ. ഇതിൽ ആൽഫ അടിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇത് കോൺസെൻട്രേറ്റ് NaOH ആണെങ്കിൽ ഇവിടെ തന്നെ ഞാൻ എഴുതുന്നത് ഇത് 2 എണ്ണം എഴുതുക. ഒരെണ്ണം ഓക്സിഡൈസ് ചെയ്യും, ഒരെണ്ണം റെഡ്യൂസ് ചെയ്യും. ഇത്ര പറഞ്ഞേ പറയും. C3 പിന്നെ CHO എന്തായി മാറും? CONA പ്ലസ് എഗെയിൻ പറ C3 പിന്നെ CHO എന്തായി മാറും? CH2OH. ക്ലിയർ ആയല്ലോ? അങ്ങനെ ഏത് വന്നാലും ഇനി ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എഴുതിക്കോ. ഓക്സിഡേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ഹെഡിങ് എഴുതുക. ഓക്സിഡേഷൻ ഓഫ് ആൽഡിഹൈഡ്സ്. കീറ്റോൺ വളരെ എളുപ്പത്തിൽ ഓക്സിഡൈസ് ചെയ്യാത്ത ഒരു കോമ്പൗണ്ടാണ്. അതുകൊണ്ടാണ് ഓക്സിഡേഷൻ ആൽഡിഹൈഡ്സ് മാത്രം എഴുതിയത്. ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കൂ. ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ CHO അല്ലേ? ആദ്യം പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചാൽ നല്ലതാണ്. ഞാനത് ക്ലിയർ ആയിട്ട് നോട്ട് എഴുതി തരും. രണ്ടാമത് CHO ഗ്രൂപ്പ് ഓക്സിഡൈസ് ചെയ്താൽ COOH കിട്ടും. ഇതാണ് നമ്മൾ പഠിച്ച റിയാക്ഷൻ.
ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്താൽ ആസിഡായി മാറും. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് ഒരെണ്ണം ടോളൻസ് റിയേജൻ്റ് ആണ്. ഒരെണ്ണം ഏതാ? ടോളൻസ് റിയേജൻറ്റ് കേട്ടോ. അപ്പോൾ CHO ഗ്രൂപ്പിന് ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടി വളരെ വീക്കായിട്ടുള്ള അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റാണ് വേണ്ടത്. അതിലൊരു ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ പേരാണ് ടോളൻസ് റിയേജൻറ്റ് കേട്ടോ. ആ ടോളൻസ് റിയേജൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, സിൽവർ നൈട്രേറ്റിലേക്ക് NH4OH ചേർക്കുക. AgNO3 ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുത്ത് NH4OH ചേർക്കുക. NH4OH വീക്ക് ബേസ് ആണ്. അത് ചേർത്ത് കഴിഞ്ഞാൽ ആദ്യം AgOH ആവും, പിന്നെ അത് സിൽവർ ഓക്സൈഡ് Ag2O ഒരു ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടും ടെസ്റ്റ് ട്യൂബിൽ. നിങ്ങൾ ഇതാണ് ടെസ്റ്റ് ട്യൂബ് എന്ന് വിചാരിക്കുക. ആ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ആദ്യം കുറച്ച് സിൽവർ നൈട്രേറ്റ് എടുത്തു, പിന്നെ അതിലേക്ക് NH4OH, ഇതാണ് സിൽവർ നൈട്രേറ്റ് കഴിക്കുക. എന്നിട്ട് അതിലേക്ക് NH4OH ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ചേർക്കുമ്പോൾ ഇതിൽ ഒരു ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടോ? ബ്രൗൺ കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കൊണ്ട് വരച്ചു. ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടല്ലോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ചുകൂടി NH4OH ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ അതൊരു ക്ലിയർ സൊല്യൂഷൻ ആവും. ഇതാ ഇങ്ങനെ ടെസ്റ്റ് ട്യൂബിൽ കുറച്ചുകൂടി NH4OH ആഡ് ചെയ്ത് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഒരു ക്ലിയർ സൊല്യൂഷൻ ആവും, കളറൊന്നും ഇല്ലാത്തൊരു സൊല്യൂഷൻ ആവും. ആ സൊല്യൂഷൻ്റെ പേരാണ് ടോളൻസ് റിയേജൻറ്റ്. അതിന് കാരണം ഈ Ag2O NH4OH വീണ്ടും ചേർത്ത് കഴിഞ്ഞാൽ ആ NH4OH ഡിസോൾവ് ചെയ്തിട്ട് AgNH3 ട്വൈസ് പ്ലസ് ഈ അയോൺ ഉണ്ടായി മാറും. കേട്ടോ, OH മൈനസ് ഉണ്ടാവും, NO3 മൈനസ് ഉണ്ടാവും. നമുക്ക് OH മൈനസാണ് വേണ്ടത്. AgN3 ട്വൈസ് പ്ലസ് ഉണ്ടാവും, പിന്നെയോ OH മൈനസും ഉണ്ടാവും. NO3 മൈനസ് ഉണ്ടാവും. NO3 മൈനസ് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല. ഇത് കിട്ടും AgN3 ട്വൈസ് പ്ലസ്. ഈ AgN3 ട്വൈസ് പ്ലസ് ഉള്ള സൊല്യൂഷൻ വിളിക്കുന്ന പേരാണ് ടോളൻസ് റിയേജൻറ്റ്. ഈ AgN3 ട്വൈസ് പ്ലസ് ഉള്ള സൊല്യൂഷൻ വിളിക്കുന്ന പേരെന്ത്? ടോളൻസ് റിയേജൻറ്റ്. കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരിക്ക് AgN3 ട്വൈസ് പ്ലസ് ഉള്ള അതിൻ്റെ കൂടെ OH മൈനസും ഇല്ലേ? നമുക്ക് ഈ ടോളൻസ് റിയേജൻറ്റിൽ വേണ്ടുന്നത് Ag പ്ലസ് അയോണും OH മൈനസും ആണ്. എന്താ വേണ്ടത് പറയാം? Ag പ്ലസും OH മൈനസ്. പക്ഷേ Ag പ്ലസും OH മൈനസും ചേർത്ത് വെക്കുമ്പോൾ അത് Ag2O എന്ന പ്രസിപ്പിറ്റേറ്റായി മാറും. പറയുന്നത് മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരേ സമയത്ത് Ag പ്ലസും OH മൈനസും രണ്ട് തവണയായി ചേർത്ത് വെക്കാൻ പറ്റില്ല. അത് ചേർത്ത് വെച്ചാൽ അത് Ag പ്ലസും OH മൈനസും കൂടെ നേരത്തെ പറഞ്ഞ Ag2O പ്രസിപ്പിറ്റേറ്റ് ആവും. പ്രസിപ്പിറ്റേറ്റിൻ്റെ ഫോമിൽ റിയാക്ഷൻ നടക്കില്ല. സോ നമുക്ക് എങ്ങനെയുള്ള ഒരു റിയേജൻ്റ് ആവശ്യം? നമുക്കൊരു റിയേജൻ്റ് ആവശ്യമുണ്ട്. നമുക്ക് ആ റിയേജൻറ്റ് Ag പ്ലസും വേണം, OH മൈനസും വേണം. എന്നാൽ ഇതിൻ്റെ വിരോധാഭാസം എന്താ? Ag പ്ലസും OH മൈനസും ഒരുമിച്ച് നിൽക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് Ag2 ആയിട്ട് പ്രസിപ്പിറ്റേറ്റായി മാറും, അൺറിയാക്റ്റീവ് ഫോമിലേക്ക് മാറും. മനസ്സിലായോ? അപ്പോൾ ഈ ടോളൻസ് റിയേജൻറ്റ് എന്ന് പറയുന്ന സാധനം AgN3 ട്വൈസ് പ്ലസ് ഉണ്ട്. നിങ്ങൾ അത് എപ്പോഴും ഡീകമ്പോസ് ചെയ്യും? ആൽഡിഹൈഡുമായി റിയാക്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ ഡീകമ്പോസ് ചെയ്തിട്ട് Ag പ്ലസ് കിട്ടും. ആൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്യേണ്ട സന്ദർഭത്തിൽ Ag പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ ആ Ag പ്ലസ് ആരുമായി റിയാക്ട് ചെയ്യാൻ പോകും? ആൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ പോകും. അപ്പോൾ ഏതുമായി റിയാക്ട് ചെയ്യാൻ പോവില്ല? OH മൈനസുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോവില്ല. മനസ്സിലായോ? അപ്പോൾ ടോളൻസ് റിയേജൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട കെമിസ്ട്രി മനസ്സിലായോ? എന്താണ്? ടോളൻസ് റിയേജൻറ്റിൽ നമുക്ക് ആവശ്യം Ag പ്ലസ് OH മൈനസും ആണ്. എന്നാൽ AgN3 ട്വൈസ് പ്ലസ് എന്ന അയോണാക്കി മാറ്റിക്കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അഡ്വാൻറ്റേജ്? ആ കോംപ്ലക്സ് കോമ്പൗണ്ട് എപ്പോഴാണ് ഡീകമ്പോസ് ചെയ്യുക? ആൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്യേണ്ട സന്ദർഭത്തിൽ ഡീകമ്പോസ് ചെയ്തിട്ട് Ag പ്ലസ് കിട്ടും. അപ്പോൾ ആ Ag പ്ലസും ഉണ്ട്, OH മൈനസും ഉണ്ടെങ്കിലും ആ Ag പ്ലസ് OH മൈനസുമായി റിയാക്ട് ചെയ്തതിന് പകരം ആരുമായി റിയാക്ട് ചെയ്യാൻ പോകും? ആൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ പോകും. മനസ്സിലായോ? ക്ലിയർ? അപ്പോൾ എല്ലാവർക്കും ടോളൻസ് റിയേജൻറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ വേർഡ്സിൽ എഴുതിക്കോ. എന്താ ടോളൻസ് റിയേജൻറ്റ്? ഇതിന് നമ്മൾ അമോണിയാക്കൽ സൊല്യൂഷൻ ഓഫ് സിൽവർ നൈട്രേറ്റ് എന്ന് പറയും. എഴുതിച്ചേ. ടോളൻസ് റിയേജൻറ്റ് ഈസ് TOLLEN TOLLEN''S TOLLEN''S എഴുതിയോ? TOLLEN''S. ടോളൻസ് റിയേജൻറ്റ് ഈസ് അമോണിയാക്കൽ സൊല്യൂഷൻ ഓഫ് സിൽവർ നൈട്രേറ്റ്. ടോളൻസ് റിയേജൻറ്റ് ഈസ് അമോണിയാക്കൽ സൊല്യൂഷൻ ഓഫ് സിൽവർ നൈട്രേറ്റ്. ടോളൻസ് റിയേജൻറ്റ് ഈസ് അമോണിയാക്കൽ സൊല്യൂഷൻ ഓഫ് സിൽവർ നൈട്രേറ്റ്. അമോണിയാക്കൽ സൊല്യൂഷൻ ഓഫ് സിൽവർ നൈട്രേറ്റ് എഴുതിയോ? ഓക്കെ. അമോണിയാക്കൽ സൊല്യൂഷൻ സിൽവർ ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതുക. AgNH3 ട്വൈസ് പ്ലസ് എഴുതിയോ? പ്ലസ് OH മൈനസ് ഇങ്ങനെ എഴുതുക. വലിയ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൽ എഴുതുക AgN3 ട്വൈസ് പ്ലസ് OH മൈനസ് എഴുതിയോ? ഇനി വേണമെങ്കിൽ അതിന് പ്രിപ്പറേഷൻ എഴുതിക്കോ. ടോളൻസ് റിയേജൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ adding NH4OH
adding NH4OH to AgNO3 solution, adding NH4OH to AgNO3 solution, to AgNO3 solution, drop by drop till in excess, drop by drop till in excess, NH4OH to AgNO3 solution, drop by drop till in excess, till in excess, എഴുതിയോ till in excess. ഓക്കെ, ഇനി ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു, അതൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് മെൻഷൻ ചെയ്തത് NCERT ടെക്സ്റ്റിലുള്ളൂ. ഞാൻ അതേക്കുറിച്ച് വിശദമായി പറഞ്ഞു, കാരണം അതിൻ്റെ കെമിസ്ട്രി വളരെയധികം ഉണ്ട്. കാരണം നമുക്ക് വേണ്ടുന്ന Ag+OH- ആണ്, പക്ഷേ നമുക്ക് ഒരിക്കലും Ag+OH- ഒരുമിച്ച് ചേർത്ത് വെക്കാൻ പറ്റില്ല, കിട്ടുമെന്നേ. അപ്പോൾ ആൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ കോംപ്ലക്സ് കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്യും, മനസ്സിലായോ? അപ്പോൾ Ag+ കിട്ടും. ക്ലിയറാ? ഇനി അതേപോലെ ഒരു സൊല്യൂഷൻ കൂടെ പരിചയപ്പെടുത്തരാം, ഫെലിംഗ് സൊല്യൂഷൻ. എന്താണ് ഫെലിംഗ് സൊല്യൂഷൻ? FeHLing'(S), FeHLing'(S), ഫെലിംഗ് സൊല്യൂഷൻ. ക്ലിയർ ആയോ? ഈ ഫെലിംഗ് സൊല്യൂഷനും ആൽഡിഹൈഡിനെ ആസിഡാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന റിയേജൻ്റാണ്. ആൽഡിഹൈഡിനെ ആസിഡാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻ്റാണ്. ഫെലിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 3 മിക്സാക്കിയാണ് കോപ്പർ സൾഫേറ്റും NaOH-ഉം സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ്, സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ടാർട്രേറ്റ്. അതായത് കോപ്പർ സൾഫേറ്റിനെ ഫെലിംഗ് സൊല്യൂഷൻ A എന്ന് പറയും. ബയോളജിയിലൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഈ റിയേജൻറ്റ്. സോഡിയം ഹൈഡ്രോക്സൈഡും സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റും മിക്സറിന് ഫെലിംഗ് സൊല്യൂഷൻ B എന്ന് പറയും. അപ്പോൾ വേണമെങ്കിലൊന്ന് ചോദിച്ചാൽ ഫെലിംഗ് സൊല്യൂഷൻ A ഈസ് കോപ്പർ സൾഫേറ്റ്, ഫെലിംഗ് സൊല്യൂഷൻ A ഈസ് കോപ്പർ സൾഫേറ്റ്, അന്ന് നീല കളറുള്ള സൊല്യൂഷനാണ്. ഫെലിംഗ് സൊല്യൂഷൻ B ഈസ് എ മിക്സർ ഓഫ് NaOH ആൻഡ് സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ്, a mixture of NaOH and sodium potassium tartrate, a mixture of NaOH and sodium potassium tartrate. എഴുതിയോ? അങ്ങനെയാണെങ്കിൽ ഫെലിംഗ് സൊല്യൂഷൻ ഈസ് എന്ത് ചെയ്താൽ? ഫെലിംഗ് സൊല്യൂഷൻ ഈസ് എ മിക്സർ ഓഫ് കോപ്പർ സൾഫേറ്റ്, ഫെലിംഗ് സൊല്യൂഷൻ ഈസ് എ മിക്സർ ഓഫ് കോപ്പർ സൾഫേറ്റ്, NaOH and sodium potassium tartrate, കോപ്പർ സൾഫേറ്റ്, NaOH and sodium potassium tartrate. ഇതിൽ ഈ പൊട്ടാസ്യം സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു മോളിക്യൂളാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ വരക്കണില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ ഒരു കോംപ്ലക്സ് ഉണ്ടാവും, അതിന് നമ്മൾ ജസ്റ്റ് കോപ്പർ 2 ടാർട്രേറ്റ് എന്ന് എഴുതിയാൽ മതി. കോപ്പർ 2 ടാർട്രേറ്റ് കോംപ്ലക്സ് കിട്ടോ. അതായത് ടാർട്രേറ്റ് അയോണുമായിട്ട് കോപ്പർ 2+ കോംപ്ലക്സ് ഉണ്ടാക്കും. നേരത്തെ അമോണിയമായിട്ട് സിൽവർ കോംപ്ലക്സ് ഉണ്ടാക്കിയത് ചെറിയ മോളിക്യൂളല്ലേ അമോണിയ, അതുകൊണ്ട് AgNO3 2+ എന്ന് എഴുതി. അതുപോലെ ഞാൻ ഈ കോപ്പർ 2 ടാർട്രേറ്റ് കോംപ്ലക്സിൻ്റെ ചിത്രം വരക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് എന്ത് എഴുതിയാൽ മതി? കോപ്പർ 2 ടാർട്രേറ്റ് കോംപ്ലക്സ് എന്ന് എഴുതുക. ഈ കോപ്പർ 2 ടാർട്രേറ്റ് കോംപ്ലക്സ് ആക്കിയാൽ അതിൻ്റെ കൂടെ OH- ഉണ്ടാവും. കോപ്പർ 2 ടാർട്രേറ്റ് കോംപ്ലക്സും OH- ഉണ്ടാവും. അപ്പോൾ ഫെലിംഗ് സൊല്യൂഷൻ കണ്ടെയ്ൻസ് കോപ്പർ 2 ടാർട്രേറ്റ് കോംപ്ലക്സ് ആൻഡ് OH- അയോൺ. എല്ലാവരും എഴുതിയേ? ഫെലിംഗ് സൊല്യൂഷൻ കണ്ടെയ്ൻസ് കോപ്പർ 2 ടാർട്രേറ്റ് കോംപ്ലക്സ് ആൻഡ് OH- അയോൺസ്. ഫെലിംഗ് സൊല്യൂഷൻ കണ്ടെയ്ൻസ് കോപ്പർ 2 ടാർട്രേറ്റ് കോംപ്ലക്സ് ആൻഡ് OH- അയോൺസ്. എഴുതിയോ? ഫെലിംഗ് സൊല്യൂഷൻ കണ്ടെയ്ൻസ് കോപ്പർ 2 ടാർട്രേറ്റ് കോംപ്ലക്സ് ആൻഡ് OH- അയോൺസ്. എഴുതിയോ? ഫെലിംഗ് സൊല്യൂഷൻ കണ്ടെയ്ൻസ് കോപ്പർ 2 ടാർട്രേറ്റ് കോംപ്ലക്സ് ആൻഡ് OH- അയോൺസ്. എപ്പോഴാണ് ഈ കോംപ്ലക്സ് കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്യുക? ആൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്യേണ്ട സമയത്ത് മാത്രം. എന്താ ഇതിൻ്റെ പ്രശ്നം? നമുക്ക് വേണ്ടുന്നത് ശരിക്ക് കോപ്പർ 2+ഉം OH- ആണ്. കോപ്പർ 2+ഉം OH-. നേരത്തെ വേണ്ടുന്നത് Ag+OH- അല്ലേ, പക്ഷെ അത് Ag2 ആവില്ലേ. പക്ഷെ കോപ്പർ 2+OH- ചേർത്താലോ CuO ആവും. Cu2O അല്ല, ഏതാവൂലേ? CuO, കാരണം Cu2+ ആയതുകൊണ്ട് O2-. ഈ CuO പ്രസിപ്പിറ്റേറ്റ് ആണ്, പ്രസിപ്പിറ്റേറ്റ് ഫോമിൽ റിയാക്ഷൻ നടക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഈ കോംപ്ലക്സ് കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്യുക? ആൽഡിഹൈഡുമായിട്ട് എപ്പോഴാണോ ആൽഡിഹൈഡ് എപ്പോഴാണോ ചേർക്കുന്നത് ആ സമയത്തെ ആ കോപ്പർ 2 കോംപ്ലക്സ് ഡീകമ്പോസ് ചെയ്യും. കോപ്പർ 2+ ഇട്ടും OH- അവിടെ ഉണ്ടാവുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ റിയാക്ഷൻ നടക്കും. റിയാക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ ആയോ? അപ്പോൾ അവിടെയും നല്ല കെമിസ്ട്രിയിലേ നിങ്ങൾക്ക് വേണ്ടുന്നത് കോപ്പർ 2+ OH- വേണ്ടത്. ഒരിക്കലും കോപ്പർ 2+ OH- ചേർത്ത് വെക്കാൻ പാടില്ല, ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് റിയാക്ട് ചെയ്യും. അപ്പോൾ എപ്പോഴാണോ റിയാക്ഷൻ നടക്കുന്നത് അന്നേരം കോപ്പർ 2+ കിട്ടിയാൽ അത് ആ കോപ്പർ 2+ ആൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ പോകും. ഏതുമായി റിയാക്ട് ചെയ്യാൻ പോകില്ല? OH- റിയാക്ട് ചെയ്യാൻ പോകില്ല. മനസ്സിലായോ? പക്ഷേ OH- കോപ്പർ 2+ ഉണ്ടെങ്കിൽ ഈ ഫെലിംഗ് സൊല്യൂഷൻ്റെ ആക്ഷൻ ഉണ്ടാവും. ഇത്രയും മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? അപ്പോൾ ഫെലിംഗ് സൊല്യൂഷൻ കണ്ടെയ്ൻസ് എല്ലാവരും എഴുതിയിട്ടില്ലേ? ഓക്കെ, യെസ്. ഇനി ഇത്രയേ ഉള്ളൂ. എന്താ ആൽഡിഹൈഡ്? RCH. എന്താ ടോളറൻസ് റേറ്റ്? ടോളറൻസ് റേറ്റ് പറഞ്ഞാൽ
AG പ്ലസ് പ്ലസ് OH മൈനസ് എന്ന് എഴുതിയാൽ മതി. കാരണം AG N3 ട്വൈസ് പ്ലസും OH മൈനസും ആണെങ്കിൽ AG പ്ലസ് OH പ്ലസ് OH മൈനസ് എഴുതിയാൽ മതി. കാരണം AG പ്ലസ് ഡീകമ്പോസിനും കിട്ടൂലേ. അപ്പോൾ എന്താ പ്രോഡക്റ്റ് കിട്ടുക? RCOH പ്ലസ് ഏത് ഈ CHO ഓക്സൈഡ് COH ആവും. പക്ഷേ AG പ്ലസോ AG ആയി മാറും. ക്ലിയർ ആയോ? CHO ഓക്സൈഡ് COH ആകുമ്പോൾ അതിന് പകരം AG പ്ലസ് റെഡ്യൂസ് ചെയ്തിട്ട് AG ആവും. റിഡോക്സ് റിയാക്ഷനാണിത്. ഇതിലേക്ക് മനസ്സിലായോ? അപ്പോൾ ഇത് സംഭവിക്കും. ആ കിട്ടുന്ന സിൽവർ ഇല്ലേ, അത് മെറ്റാലിക് സിൽവറാണ്. ആ സിൽവർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ സ്റ്റിക്ക് ചെയ്യും. എന്നിട്ട് ഒരു മിറർ പോലെ തോന്നും, കണ്ണാടി പോലെ തോന്നും. മനസ്സിലായോ? ആ മെറ്റാലിക് സിൽവർ. അതുകൊണ്ട് ഇതിനെ സിൽവർ മിറർ ടെസ്റ്റ് എന്ന് പറയും. ഇത് നമ്മുടെ ടെസ്റ്റായി ഉപയോഗിക്കുന്നത്. കാരണം കീറ്റോൺ ഈ ടോളറൻസ് റേറ്റുമായിട്ട് റിയാക്ട് ചെയ്യില്ല. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ആൽഡിഹൈഡ് തന്നു, ഒരു കീറ്റോൺ തന്നു. നമ്മൾ അതിലേക്ക് ടോളറൻസ് റേറ്റ് ചേർത്ത് ചൂടാക്കി. രണ്ടിലും ടോളറൻസ് റേറ്റ് ചേർത്ത് ചൂടാക്കി. ഏതിലാണ് സിൽവർ കിട്ടൽ? സിൽവർ മിറർ. ഏതിലാണ് കിട്ടൽ? ആൽഡിഹൈഡിൽ. കീറ്റോണിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല. മനസ്സിലായത്? അപ്പോൾ ഈ ആൽഡിഹൈഡ് ഏതാണ്, കീറ്റോൺ ഏതാണെന്ന് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്തൂടെ? അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് എന്താണ് ബിറ്റ്വീൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എഴുതുക. ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആൽഡിഹൈഡ്സ്, കെമിക്കൽ ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. കെമിക്കൽ ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. എഴുതിയോ? കെമിക്കൽ ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. കെമിക്കൽ ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. എന്നിട്ട് എഴുതുക. ഒന്ന്, ടോളറൻസ് റിയേജൻറ്റ് ടെസ്റ്റ്. ടോളറൻസ് റിയേജൻറ്റ് TOLLEN അപ്പോസ്ട്രോഫി S. TOLLEN അപ്പോസ്ട്രോഫി S. ടോളറൻസ് റിയേജൻറ്റ് ടെസ്റ്റ്. എഴുതിക്കോ. When an aldehyde is heated with tolerance reagent, when an aldehyde is heated with tolerance reagent bracket le AgNH3 twice plus OH minus bracket le edundadu AgNH3 twice plus OH minus എഴുതിയോ? aldehyde is oxidized to corresponding acid. Aldehyde is oxidized to corresponding acid while tolerance reagent is reduced to metallic silver. Tolerance range is reduced to metallic silver and deposits as a bright silver mirror on the walls of the test tube. Bright silver mirror on the walls of the test tube. Bright silver mirror on the walls of the test tube. Equation is RCHO plus Ag plus OH minus. RCHO plus Ag plus OH minus gives RCOH plus Ag. RCOH plus Ag. എന്നാൽ അതിന് താഴെ RCOR. ആരാ RCOR? കീറ്റോൺ. ഇവിടെ ടോളറൻസ് റേറ്റ് എഴുതുക. RCOR എറോ മാർക്കിന് മുകളിൽ ടോളറൻസ് റിയേജന്റ്. ഇവിടെ നോ റിയാക്ഷൻ എഴുതുക. നോ റിയാക്ഷൻ കേട്ടോ. കീറ്റോൺസിന് റിയാക്ഷൻ ഇല്ല. എല്ലാവരും എഴുതിയോ? ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ എഴുതുന്നുണ്ട്. എക്സാമ്പിൾ CH3CHO എറോ മാർക്കിന് മുകളിൽ ടോളറൻസ് റിയേജന്റ് ഇങ്ങനെ തരുക. ക്വസ്റ്റ്യൻ റിയാക്ഷൻ ആയിട്ട് തരികയാണ് പറഞ്ഞ ഉത്തരം. അപ്പോൾ നിങ്ങൾ ആദ്യം CH3CHO എഴുതുക. ടോളറൻസ് റിയേജന്റിനെ സ്പ്ലിറ്റ് ആക്കി എഴുതുക. Ag പ്ലസ് പ്ലസ് OH മൈനസ് എഴുതുക. ക്ലിയർ ആയില്ലേ? CH3CHO പ്ലസ് Ag പ്ലസ് പ്ലസ് OH മൈനസ് പറഞ്ഞ പ്രോഡക്റ്റ് C3COH പ്ലസ് Ag. വാട്ടർ കിട്ടും, അത് നിങ്ങൾ എഴുതണ്ട. ക്ലിയർ ആയോ? ഇനി ഏത് വന്നാലും എഴുതി കൂടെ? C3CH2CHO പ്ലസ് Ag പ്ലസ് പ്ലസ് എറോ മാർക്കിന് മുകളിൽ ടോളറൻസ് റിയേജന്റ്. ഇനി നേരെ പ്രോഡക്റ്റ് എഴുതുന്നുണ്ട് ഞാൻ. ടോളറൻസ് റിയേജന്റ് പ്രോഡക്റ്റ് പറഞ്ഞേ. എന്താ പറ? CH2COH പ്ലസ് Ag കിട്ടിയോ? ബെൻസീൻ റിംഗ് CHO. ബെൻസാൽഡിഹൈഡ് അല്ലേ? ബെൻസീൻ റിംഗ് CHO. എറോ മാർക്കിൻ്റെ മുകളിൽ ടോളറൻസ് റിയേജന്റ്. പറഞ്ഞേ. ബെൻസീൻ റിംഗ് CHO എറോ മാർക്കിൻ്റെ മുകളിൽ ടോളറൻസ് റിയേജന്റ്. പറഞ്ഞോ പ്രോഡക്റ്റ്.
ബെൻസീൻ റിങ് പറയൂ COOH പ്ലസ് ഏത് AG. ക്ലിയർ ആയി? ബെൻസോയിക് ആസിഡ് പ്ലസ് AG. ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്ത് രണ്ടാമത്തേതിക്കോ ഫില്ലിംഗ് സൊല്യൂഷൻ ടെസ്റ്റ്. FEHLING'(S) FEHLING'(S) ഫില്ലിംഗ് സൊല്യൂഷൻ ടെസ്റ്റ്. FEHLING'(S) എഴുതിയോ? ഫില്ലിംഗ് സൊല്യൂഷൻ ടെസ്റ്റ്. എന്നിട്ട് എഴുതാ. ഈ പറയുന്ന ഫില്ലിംഗ് സൊല്യൂഷൻ ടെസ്റ്റ് പറയുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കുക. ആൽഡിഹൈഡ് RCHO അല്ലേ? RCHO ഫില്ലിംഗ് സൊല്യൂഷൻ ആകുമ്പോൾ കോപ്പർ 2+ OH- എഴുതുന്നുണ്ട്. റിയാക്ഷൻ നടക്കുമ്പോൾ RCHO എന്തായി മാറും? RCOH. ഓക്സിഡൈസ് ചെയ്യില്ല COH. പക്ഷേ നിങ്ങൾ പലരും തെറ്റിദ്ധരിക്കും. Cu2+ Cu ആയി മാറില്ല. നേരത്തെ AG+ അല്ലായത് ഒരു ഓക്സിഡേഷൻ നമ്പറിലേ കുറഞ്ഞിട്ടുള്ളൂ. അതുപോലെ കോപ്പർ 2+ കോപ്പർ പ്ലസ് ആവും. എന്തായി മാറും? കോപ്പർ 2+ കോപ്പർ പ്ലസ്. വ്യത്യാസം മനസ്സിലായോ? നേരത്തെ AG+ AG ആയി, ശരി. പക്ഷേ Cu2+നെ Cu ആയിട്ട് റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവൊന്നും ഈ ആൽഡിഹൈഡിലില്ല. അപ്പോൾ Cu2+ എന്തായിട്ട് മാറും? Cu+ ആ ടാർട്രേറ്റ് അയോണുമായി കോംപ്ലക്സ് ഫോം ചെയ്യില്ല. കോംപ്ലക്സ് ഫോം ചെയ്യാൻ കഴിവില്ല. Cu2+ ടാർട്രേറ്റ് അയോണുമായി കോംപ്ലക്സ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കോംപ്ലക്സ് ഡീകമ്പോസ് ചെയ്ത് ആൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് പക്ഷേ Cu2+ റെഡ്യൂസ് Cu+ ആയാൽ ആ Cu+ ഏതുമായി ടാർട്രേറ്റ് അയോണുമായി കോംപ്ലക്സ് ആവില്ല. അപ്പോൾ Cu+ എന്ത് ചെയ്യുന്നറിയോ? OH- കമ്പയർ ചെയ്തിട്ട് കോപ്പറിൻ്റെ ആ ഏത് ഹെവിയർ മെറ്റൽ ആണോ അതിൻ്റെ കറസ്പോണ്ടിങ് ഓക്സൈഡ് ആവും. Cu+ൻ്റെ ഓക്സൈഡ് Cu ആണോ Cu2 ആണോ? Cu2O. കാരണം Cu2O എന്ന് പറയുമ്പോൾ O2-. അപ്പോൾ 2 കോപ്പർ കൂടെ +2. അപ്പോൾ ഒരു കോപ്പറിനോ +1. അപ്പോൾ നമുക്ക് കിട്ടുക ഏതാണ്? RCOH + Cu2O അല്ലേ? ഈ Cu2O റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ. റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണ് Cu2O. ഓക്കെ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ആൽഡിഹൈഡ് കീറ്റോൺ ഉണ്ട്. നമ്മൾ ഫില്ലിംഗ് സൊല്യൂഷൻ ചേർത്തു, ചൂടാക്കി. ഏതിലാണ് റെഡ് പ്രസിപ്പിറ്റേറ്റ്? ആൽഡിഹൈഡിലാണോ കിട്ടല് കീറ്റോണിലാണോ? ആൽഡിഹൈഡിൽ. കീറ്റോൺ ഈ റിയാക്ഷൻ നടക്കില്ല. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫില്ലിംഗ് ഏതാ പറ? കീറ്റോൺ RCOR അല്ലേ? കീറ്റോൺ എയറോ മാർക്കിൻ്റെ മുകളിൽ ഫില്ലിംഗ് സൊല്യൂഷൻ എഴുതിയാൽ മതി. ഫില്ലിംഗ് സൊല്യൂഷൻ എന്താണ്? നോ റിയാക്ഷൻ. മനസ്സിലായോ? റിയാക്ഷൻ നടക്കില്ല. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ എഴുതിക്കോ. when an aldehyde is heated with filling solution, 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 aldehyde is oxidized to corresponding acid. Aldehyde is oxidized to corresponding acid. Aldehyde is oxidized to corresponding acid. Aldehyde is oxidized to corresponding acid, while filling solution is aldehyde is oxidized to corresponding acid. അയ്യോ, നിങ്ങളൊരു കാര്യം ചെയ്യണം. when an aldehyde is heated with filling solution ഇല്ലേ, നിങ്ങൾ പറയാം when an aldehyde is heated with filling solution ബ്രാക്കറ്റിൽ കോപ്പർ 2 ടാർട്രേറ്റ് പ്ലസ് OH- തരണം. എഴുതിയോ? when an aldehyde is heated with filling solution ബ്രാക്കറ്റിൽ കോപ്പർ 2 ടാർട്രേറ്റ് പ്ലസ് OH-. അങ്ങനെ എഴുതിക്കോ. കോപ്പർ 2 ടാർട്രേറ്റ് പ്ലസ് OH-. എഴുതിയോ? aldehyde is oxidized to corresponding acid. Aldehyde is oxidized to corresponding acid, while filling solution is reduced to red precipitate of cuprous oxide. While filling solution is reduced to red precipitate of cuprous oxide. While filling solution is reduced to red precipitate of cuprous oxide. While filling solution is reduced to red precipitate of cuprous oxide. എന്നിട്ട് ഇക്വേഷൻ എഴുതുക. RCHO plus Cu2 plus OH-. RCHO plus Cu2 plus OH- gives RCOOH plus Cu2O. RCOOH plus Cu2O. ബ്രാക്കറ്റിൽ റെഡ് പ്രസിപ്പിറ്റേറ്റ്, താഴെ RCOR കീറ്റോൺ അല്ലേ? RCOR കീറ്റോൺ. എയറോ മാർക്കിൻ്റെ മുകളിൽ ഫില്ലിംഗ് സൊല്യൂഷൻ എഴുതുക, നോ റിയാക്ഷൻ. എയറോ മാർക്കിൻ്റെ മുകളിൽ ഫില്ലിംഗ് സൊല്യൂഷൻ, നോ റിയാക്ഷൻ. എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി എഴുതാം. എക്സാമ്പിൾ പറ. CH3CHO എയറോ മാർക്കിൻ്റെ മുകളിൽ ഫില്ലിംഗ് സൊല്യൂഷൻ FEHLING'(S) ഫില്ലിംഗ് സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾ കുറച്ച് പറ്റുമെങ്കിൽ മാറ്റി എഴുതുക, അല്ലെങ്കിൽ നേരെ എഴുതിയാൽ മതി. പറ. C3CHO പ്ലസ് Cu2 പ്ലസ് ഏത്
OH മൈനസ് കേട്ടോ. വാട്ടർ ഉണ്ടാവുന്നത് വേണ്ട, പകരം എന്ത് എഴുതുക C3COOH പ്ലസ് ഏത് Cu2 പ്ലസ് എന്തായി മാറും Cu2O. ക്ലിയർ ആയോ? പ്ലസ് വാട്ടർ ഒക്കെ ഉണ്ടാവും, അതൊന്നും എഴുതണ്ട. ക്ലിയർ ആയോ? ഇനി ഏത് ആൽഡിഹൈഡ് എന്നാലും എഴുതി കൂടെ. ഇപ്പോൾ C3CH2CHO ഇതാണെങ്കിലോ എറോ മാർക്കിനുള്ളിൽ ഫില്ലിങ്സ് സൊല്യൂഷൻ. ഉത്തരം പറഞ്ഞേ എന്തായിരിക്കും? CH3CH2COOH പ്ലസ് Cu2O. Cu2 റെഡ് പ്രസിപ്പിറ്റേറ്റ് അറിയാലോ. പക്ഷേ ഒരു പ്രത്യേക ശ്രദ്ധിക്കുക, ബെൻസാൽഡിഹൈഡ് ഫില്ലിംഗ് സൊല്യൂഷനുമായിട്ട് റിയാക്ഷൻ ഇല്ല കേട്ടോ. ബെൻസാൽഡിഹൈഡ് ആണ് എങ്കിൽ എറോ മാർക്കിൻ്റെ മുകളിൽ ഫില്ലിംഗ് സൊല്യൂഷൻ എന്താണ്? നോ റിയാക്ഷൻ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അറോമാറ്റിക് ആൽഡിഹൈഡ് ഫില്ലിംഗ് സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്യില്ല കേട്ടോ. അപ്പോൾ വേറെ എഴുതി വെച്ചോ, അറോമാറ്റിക് ആൽഡിഹൈഡ്സ് ഡു നോട്ട് റിയാക്ട് വിത്ത് ഫില്ലിംഗ് സൊല്യൂഷൻ, അല്ലെങ്കിൽ അറോമാറ്റിക് ആൽഡിഹൈഡ്സ് ഡു നോട്ട് ഗിവ് പോസിറ്റീവ് ടെസ്റ്റ് വിത്ത് ഫില്ലിംഗ് സൊല്യൂഷൻ. അറോമാറ്റിക് ആൽഡിഹൈഡ്സ് ഡു നോട്ട് ഗിവ് പോസിറ്റീവ് ടെസ്റ്റ് വിത്ത് ഫില്ലിംഗ് സൊല്യൂഷൻ. Aromatic aldehydes do not give positive test with filling solution. Okay.